വളം ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വേര് പിടിച്ചിട്ട് നന്നായിട്ട് വളർന്ന് ഇഷ്ടംപോലെ കായ ഉണ്ടാകും. അപ്പോൾ കായ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ എല്ലാ ചെടിക്കും ഇതുപോലെ പോളിനേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ക്രോസ് പോളിനേഷൻ എന്നുവെച്ചാൽ ഒരു പിന്നെ മത്തയിൽ തന്നെ ഒരു 5 6 എണ്ണമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പിന്നെ അത് അങ്ങ് ഓട്ടോമാറ്റിക്കലി എല്ലാം അങ്ങ് റെഡിയായി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മത്ത ഉണ്ടെങ്കിലൊക്കെ ഇതൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തായാലും മത്ത കൃഷി നല്ല ലാഭം തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. ഓക്കെ, താങ്ക് യു.